പൊതുവെ മറ്റ് വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കളൊന്നും നേരിടാത്ത തരത്തിലുള്ള ഒരു സൈബർ അറ്റാക്കും പലതും അലോഷി നേരിട്ടിട്ടുണ്ട്, പ്രായത്തിൻ്റെ ഒക്കെ പേര് പറഞ്ഞിട്ട്. നമ്മൾ പല ഒരു സീരിയസ് ആയിട്ട് എന്തെങ്കിലും അലോഷി ബൈറ്റോ കാര്യങ്ങളോ കൊടുക്കുമ്പം അതിൻ്റെ കമൻസ് മൊത്തം ഈ രീതിയിൽ അവഹേളിക്കുന്ന രീതിയിലുള്ളതാണ്. എപ്പോഴെങ്കിലും ഈ കമൻസിനെതിരെ പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇടുക്കി ജില്ലയിലെ ഒരു ശരാശരി ഒരു കർഷക കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം ഞാനൊരു ഞങ്ങളുടെ ഒരു ജീവിച്ചു വന്ന സാഹചര്യം അല്ലെങ്കിൽ അവിടുത്തെ ഒരു മൊത്തത്തിലൊരു പരിസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആവാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഇതിനൊന്നും ഗ്രൂമിങ്ങിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാത്ത, നമ്മളൊരു നോർമൽ ഒരു ശരാശരി രീതിയിലേക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, നല്ല രീതിയിലേക്ക് പഠിക്കണം, രക്ഷപ്പെടണം, മറ്റേ സമ്പാദ്യം ഉണ്ടാക്കണം, അങ്ങനെ നല്ല രീതിയിലേക്ക് പോകണം എന്നുള്ളൊരു ഇതിലേക്കാണ്. അപ്പം ഞാൻ ഇടുക്കിയിൽ നിന്ന് എറണാകുളത്തേക്ക് സ്വിച്ച്. അപ്പം ഞങ്ങളൊക്കെ എറണാകുളത്ത് പഠിക്കാൻ പറ്റുമ്പോൾ ഇടുക്കിയിൽ നിന്ന് വരുമ്പോൾ അപ്പം അന്ന് ഡിഗ്രിക്കൊക്കെ ഉള്ള ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ പള്ളിയിൽ തൂങ്ങിയാണോ അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഫോണിന് റേഞ്ച് കിട്ടുമോ? അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലേക്കൊക്കെയുള്ള സംസാരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കാണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ ഈ ഗ്രൂമിങ്ങിനൊന്നും നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഉള്ള സത്യം പറയാമല്ലോ. അപ്പം അങ്ങനെയാണ് എറണാകുളത്തേക്ക് വന്ന ഒരു ഇതിൽ. പിന്നെ നമ്മൾ കേശുവിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളാകുന്നു, ജില്ലാ പ്രസിഡന്റ് കാര്യങ്ങളായി ഒരു സംസ്ഥാന പ്രസിഡന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അല്പം കൂടെ നല്ല രീതിയിലേക്ക് വിസിബിലിറ്റി വരുന്നുണ്ട്. നമ്മൾ നിരന്തരം മീഡിയാസിൻ്റെ മുൻപിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ അല്പം കൂടെ ആ രീതിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സൈബർ ഹാൻഡിൽ, ഞാൻ കേശു സംസ്ഥാന പ്രസിഡൻ്റായി വരുമ്പോൾ ഞങ്ങളുടെ കേശുവിൽ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 27 years ആണ് കേശുവിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തേത് നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കണം. പക്ഷേ ഞങ്ങളുടെ മുൻപുള്ള കമ്മിറ്റി ഏകദേശം ഒരു 4-5 വർഷക്കാലം കേശുവിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മുന്നോട്ട് പോയി. അതിൻ്റെ മുമ്പത്തെ കമ്മിറ്റിയും ഏകദേശം ഒരു 5-6 വർഷത്തോളം മുന്നോട്ട് പോയി. അപ്പോൾ ഈ 11 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഒരു സിംഗിൾ റീഷഫ്ലിംഗ് ആണ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ലീഡർഷിപ്പ് സ്വാഭാവികമായിട്ട് ഒരു തീരുമാനം എടുത്തു, ഏജ് റിലാക്സേഷൻ സ്വാഭാവികമായിട്ടും കൊടുക്കണം. 27 എന്നതിനെ അല്പം റിലാക്സ് ചെയ്ത് കൊടുക്കാം. അതിലും ഇതിൻ്റെ ഡിസ്കഷൻ ആരംഭിച്ച ഘട്ടത്തിൽ എനിക്ക് 27 ഈ പറയുന്ന ഏജ് ലിമിറ്റിൻ്റെ ഇന്ന് തന്നെയായിരുന്നു ഞാൻ. അപ്പോൾ ഒരു ഏജ് റിലാക്സേഷൻ കൊടുത്തു. അപ്പോൾ അന്ന് ചാനലുകളിലെല്ലാം ഇതെന്ത് ചെയ്യുന്നു, വലിയ രീതിയിലേക്കുള്ള ഒരു വാർത്തകൾ ഒക്കെ ആയിട്ട് സ്വാഭാവികമായിട്ടെല്ലാം വരുന്നു. ഏജ് റിലാക്സേഷൻ കൊടുത്ത് ഇതിലേക്ക് വരുന്നു എന്ന് ഒരു നല്ല രീതിയിലേക്കൊരു മീഡിയ നറേറ്റീവ് ഒക്കെ പോകുന്നു. അപ്പോൾ ഏജ് റിലാക്സേഷൻ കിട്ടി, ഞാൻ കേശുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നു. അതാകുമ്പോഴും ഈ പറയുന്ന വലിയ ഏജൊന്നുമില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു, ഇടുക്കിയിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്നു, നല്ല രീതിയിലേക്ക് നമ്മുടെ വെള്ളത്തിൻ്റെ വ്യത്യാസമുണ്ട്, ഭക്ഷണത്തിൻ്റെ വ്യത്യാസമുണ്ട്, ജീവിതശൈലിയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ക്ലോറിൻ വെള്ളം നല്ല രീതിയിലേക്ക് മുടി കൊഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ ഓവർ ബ്യൂട്ടി കോൺഷ്യസ് അല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും തലയിൽ മുടിയുടെ എണ്ണം പോകുന്നതിൻ്റെ ഇത് നമ്മൾ നോക്കിയിട്ടില്ല ഉള്ള വാസമാണ്. അപ്പോൾ ഞാൻ കേശു പ്രസിഡൻ്റായിട്ട് വരുമെന്ന് പിറ്റേ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു പോസ്റ്റ് അയച്ചു തരിക. പോസ്റ്റ് അയച്ചു തന്നപ്പോഴത്തേക്കും 42 വയസ്സുള്ള വിദേശത്ത് ഭാര്യയും 2 മക്കളുമായി ജീവിക്കുന്ന യുവാവിനെ എന്ത് ചെയ്യുന്നു, നൂലിൽ കെട്ടി KPCC ഇറക്കിയിരിക്കുന്നു. അതായത് എൻ്റെ പാസ്റ്റ് അറിയാത്ത, അല്ലെങ്കിൽ ഇതൊന്നും, അതായത് ഈ അന്തം സൈബർ കമ്മികൾ എന്ന് പറയുമല്ലോ, അന്തം സൈബർ കമ്മികൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ തൊഴിലെന്ന് പറയുന്നത് ഇന്ന് ആരെ ചീത്ത വിളിക്കണം, ഇന്ന് ആരെ എന്ത് ചെയ്യുന്നു ബോഡി ഷെയിം നടത്തണം, അല്ലെങ്കിൽ ഇന്ന് ആരെ മോശക്കാരാക്കിയിട്ട് ചിത്രീകരിക്കണം, അത് അവരൊരു തൊഴിലാക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് CPM വലിയ പുരോഗമനം പറയുമ്പോഴും അവരിങ്ങനെ മറ്റൊരാളുടെ ഒരു പേഴ്സണാലിറ്റിയെ അതിനെ നല്ല രീതിയിലേക്ക് ടാർണിഷ് ചെയ്യാൻ, അവരുടെ കോൺഫിഡൻസിന് ഇടിച്ചു കളയാൻ വേണ്ടിയിട്ട് വലിയ പർപ്പസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നറേഷൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോലും എന്ത് ചെയ്യുന്നു, നമ്മൾ ആ നറേഷൻ കാണുമ്പോൾ ഒരു നിമിഷം നമ്മൾ പോലും എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം മനുഷ്യരാണല്ലോ, നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒരു പ്രയാസം സ്വാഭാവികമായിട്ടും ഉണ്ടാവുക എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വന്ന നറേഷൻ അന്ന് സ്റ്റാർട്ടിങ്ങിൽ ഇവരൊരു സ്റ്റോറി ബിൽഡ് ചെയ്തു, അത് പ്ലാൻ ചെയ്തു, അതങ്ങ് നല്ല രീതിയിലേക്ക് അങ്ങ് പ്രൊപ്പഗേറ്റ് ചെയ്തു. CPMൻ്റെ സൈബർ മെഷീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നു 1000 to 10,000 പേജുകളിലേക്ക് എന്ത് ചെയ്യുന്നു, ഒറ്റ സിംഗിൾ സ്ട്രെച്ചിലേക്ക് സാധനം വിടുവാണ്. അപ്പോൾ എല്ലാവരും ഉള്ളിലേക്ക് ഒരു നറേഷൻ കയറി വന്നു. എന്ത് ചെയ്യുന്നു, 42 വയസ്സുള്ള, ഞാൻ പോലും കാണാത്ത എൻ്റെ ഭാര്യ, ഞാൻ പോലും കാണാത്ത എൻ്റെ 2 മക്കള്, ഞാൻ പോലും എന്ത് ചെയ്യുന്നു, ഞാൻ കേശു പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഞാനൊരു പാസ്പോർട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വിദേശത്തേക്ക് ആദ്യമായിട്ട് പോകുന്നത്. അതിനു മുമ്പ് ഞാൻ ഇന്ത്യക്ക് പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല. അപ്പം ഞാൻ പോലും അറിയാണ്ട് ഇങ്ങനെ ഒരു സ്റ്റോറി ഇങ്ങനെ കുക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ തള്ളി നേരിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടോ, ഭാര്യക്കും മക്കൾക്ക് സുഖമാണോ? അല്ല, അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പല ആളുകളും ഇതൊന്നും കണ്ടിട്ടില്ല, ഒന്നൊരു ഹോംവർക്ക് പോലും നടത്തിയിട്ടില്ല. ഞാൻ തേവര കോളേജിലെ കേശുവിൻ്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ 2 തവണ ആയി വിജയിച്ച് കയറിയ ആളാണ്.
കോളേജ് യൂണിയൻ ചെയർമാൻ ആയിരുന്നു. അതിനുശേഷം അസംബ്ലി കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു, ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു, തെരഞ്ഞെടുപ്പിലൂടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായി, NSU നാഷണൽ കമ്മിറ്റിയിലെ മെമ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേറ്റ് പ്രസിഡന്റ്. പടിപടിയായിട്ടാണ് എൻ്റെ പൊളിറ്റിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നൂലിൽ കെട്ടി ഒരു നിമിഷം ഇറക്കി എന്ന് പറയുമ്പോൾ ഇവരൊക്കെ എന്ത് ഹോംവർക്ക് എടുത്തിട്ടാണ്? അതിൻ്റെ കോൺഫിഡൻസ് ഇടിച്ച് കളയാൻ വേണ്ടി തന്നെ നടന്ന ഒരു പ്രൊപ്പഗാൻഡ ആയിരുന്നു അത്. ആ പ്രൊപ്പഗാൻഡയിൽ ഒരു പരിധിക്ക് അപ്പുറം അവരെന്ത് ചെയ്യുന്നു, സക്സസ്ഫുൾ ആയി. പക്ഷേ അതുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാകുന്ന എല്ലാ കമൻറ്റിലും എന്ത് ചെയ്യുന്നു, ഞാൻ ഈ രീതിയിലേക്ക് വരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ എന്ത് ചെയ്തു, അതവർ അതായത് നമ്മളെന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഒരു സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ ഇപ്പോൾ സ്ട്രേ ഡോഗ്സ് ഉണ്ടാവും. സ്ട്രേ ഡോഗ്സ് നമ്മുടെ അടുത്ത് എന്ത് ചെയ്യുന്നു, കുരച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചെന്ത് ചെയ്യാറില്ല, കുറയ്ക്കാറില്ല. ഞാൻ ആ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്രയും അമാന്യമായിട്ടുള്ള രീതിയിലേക്ക് സംസാരിക്കണമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നല്ല, ചിന്തിക്കുന്ന ആളല്ല. അപ്പം ഈ സോഷ്യൽ മീഡിയ ഒരാളുടെ ഇൻറ്റഗ്രിറ്റിയെ തകർക്കുന്ന, അല്ലെങ്കിൽ ഒരാളെ പേഴ്സണലി എന്ത് ചെയ്യുന്നു, ടാർഗറ്റ് ചെയ്യുന്നു, ഒരു തന്നെ നശിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഒരു 10 സൈബർ വെട്ടുകളി കൂട്ടം വിചാരിച്ചിട്ട് എന്തും ചെയ്യാമെന്നുള്ള ഒരു ഇതാണ്. അപ്പം അത് സ്വാഭാവികമായിട്ട് ഓരോ ആളുകളെ ഇങ്ങനെ ബാധിക്കാറുണ്ട്. എന്നെയും നല്ല രീതിയിൽ ബാധിച്ചിരുന്നു ഇനീഷ്യലി. ബട്ട് റൈറ്റ് നൗ ഐ ആം ഓക്കെ വിത്ത് ദാറ്റ്. അവർ വാട്ട് എവർ ദേ വിഷ് ടു സ്പീക്ക് അബൌട്ട് മീ, ലെറ്റ് ദം ഡു.